കൂടുതൽ വിശദാംശങ്ങളുമായി കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് ചേരുകയാണ്. നമസ്കാരം സാർ. നിലവിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് പലയിടത്തും ഉയരുന്നത്. വേനൽമഴ എത്തിത്തുടങ്ങിയിരിക്കുന്നു. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1-2 ദിവസങ്ങളായി ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇത് ഇപ്പോഴാണോ ചെയ്യേണ്ടത്? ഇതിന് മുന്നേ തുടങ്ങേണ്ടതല്ലായിരുന്നോ? നമ്മൾ കുറെ നാളായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. കാരണം ഇലക്ഷന്റെ കാര്യമൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. പക്ഷേ അതിനുശേഷം ഒരുപാട് ദിവസം കഴിഞ്ഞല്ലോ. ഇപ്പൊ അവർക്ക് ചെയ്യേണ്ട കാര്യമാണ്. സ്ഥിരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്പൊ മഴ വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും ശുചിയായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം. പക്ഷേ ഈ മഴക്കാലത്ത് ഇന്നലെ ഞാനൊരു കാര്യം കണ്ടു. ഇവിടെ നെടുങ്ങാപ്പുഴ പാടമുണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറയ്ക്കടുത്ത്. അവിടെ ഈ മഴയ്ക്ക് തൊട്ട് മുമ്പ് വലിയൊരു ഈ JCB ഉപയോഗിച്ച് പാടത്തെ അവിടെ കുറച്ച് വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ട് മൊത്തം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ഉല്ലാസ ബോട്ടുകളൊക്കെ പോകുന്നതാണ്. അത് എന്തായാലും പറയാം, അതൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മഴയ്ക്ക് തൊട്ട് മുമ്പ് ചെളി വാരി കരയിൽ വെക്കുകയാണ്. ഈ മഴ പെയ്യുമ്പോൾ ഈ പ്രീ മൺസൂൺ മഴയിൽ അതെല്ലാം വീണ്ടും പാഡി ഫീൽഡിലേക്ക് പോകും. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്, ആർക്ക് പണം സമ്പാദിക്കാനാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. കാരണം ശുചീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നടത്തുന്ന ഇതാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. ഒന്നുകിൽ ആ ചെളി അല്പം ദൂരേക്ക് ഇടുക. ഇതിപ്പോ റോഡ് സൈഡിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. റോഡ് സൈഡിൽ ചെളി വാരി വെക്കുന്നുണ്ട്. അത് മഴ പെയ്യുമ്പോൾ വീണ്ടും ഓടയ്ക്കത് നിറയും. വീണ്ടും നമ്മുടെ നല്ല മൺസൂൺ വരുമ്പോഴത്തേക്കും അതെല്ലാം അങ്ങ് മൂടിപ്പോവും. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓടകളൊക്കെ തന്നെ ചെളി മൂടി കിടക്കുമ്പോൾ വെള്ളക്കെട്ട്, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയും കൊച്ചിയൊക്കെ സംബന്ധിച്ച് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് നിരന്തരം വാർത്തയിൽ ഇടനേടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ പോലും സർക്കാർ ഭരണകൂടങ്ങൾ അലംഭാവം കാട്ടുന്നു എന്നുള്ളത് തന്നെയല്ലേ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? അതെ അതെ. കാരണം ഇപ്പൊ ഈ മഴ പെയ്യും എന്നുള്ളൊരു കാരണം മഴ റെയിൻഫോൾ പൊട്ടൻഷ്യൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് ഞാൻ മഴയെ കുറിച്ച് പറയാൻ തോന്നുന്നല്ലേ? അതെ. ശുചീകരണ പ്രവർത്തനം ഇങ്ങനെ നടക്കട്ടെ. ഇപ്പോൾ ചെയ്തുകൊണ്ട് ഒരു ഭാഗികമായ പ്രയോജനം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ. കാരണം ശരിയായ മൺസൂൺ വരുമ്പോൾ വീണ്ടും ഓടകളും കനാലുകളും അടച്ചു പോകും. അതവിടെ നിൽക്കട്ടെ. ഈ മഴ എന്ന് പറയുന്നത് ഇപ്പൊ കുറെ ദിവസമായിട്ട് ശക്തമായ മഴ പെയ്യും എന്ന് പറയുന്ന അലർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ നേരിയ മഴകൾ മാത്രമാണ് പെയ്യുന്നത്. അതും വളരെ ഷോർട്ട് പീരീഡ് ആയിട്ട്. ശക്തി പ്രകടമാകുന്നില്ല. അപ്പം നമ്മുടെ പ്രവചനങ്ങളെല്ലാം ഫെയിലായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഇന്നും വലിയ അലർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കളർ വെച്ചിട്ടുള്ള യെല്ലോ അലർട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇന്നിങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു മഴ പ്രതീക്ഷിക്കണ്ട. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പോലുള്ള ഒരു മഴ മാത്രമേ ഉള്ളൂ. അപ്പോ 9-ാം തീയതി നാളെയാണ് ഒരു ചേഞ്ച് വരാൻ പോകുന്നത്. നാളെ വൈകുന്നേരമാകുമ്പോൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കും. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും നമ്മുടെ ഇടുക്കി ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും മലമ്പ്രദേശങ്ങളിലും മഴ ലഭിക്കും. സാമാന്യം ഇന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ 9-ാം തീയതി ലഭിക്കും. പിന്നീട് അതിങ്ങനെ സ്ലോലി പ്രോഗ്രസ് ചെയ്ത് വന്നിട്ട് ഒരു ചേഞ്ച് വരുന്നത് 13-ാം തീയതി വൈകിട്ടാണ്. 13-ാം തീയതി വൈകിട്ട് എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, പിന്നെ നമ്മുടെ മലയോര പ്രദേശങ്ങൾ, മധ്യ കേരളത്തിലെയും അതുപോലെ തന്നെ ഈ തെക്കൻ കേരളത്തിലെയും മലമ്പ്രദേശങ്ങളും ആ ജില്ലകളും നല്ല മഴ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 17-18 ഒരു ഇതിനിടയ്ക്ക് കൗതുകകരമായ ഒരു കാര്യം വരുന്നുണ്ട്. നമുക്കറിയാം, ഒരു ന്യൂനമർദ്ദ പ്രദേശം ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെന്ന്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിന്റെ ഒരു ഭാഗമൊക്കെ ആയിട്ട് ലാൻഡ് മാസിന് മുകളിലായിട്ട് ന്യൂനമർദ്ദ പ്രദേശം നിലനിൽക്കുന്നുണ്ട്. ഇത് പതിയെ ഇവോൾവ് ചെയ്തിട്ട് കർണാടക തീരത്തിനടുത്ത് ഒരു ഡീപ്പ് ഡിപ്രഷൻ ആകാനായിട്ടുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അത് ലോകത്തെ വിവിധ കാലാവസ്ഥാ ഏജൻസികൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ സമയത്ത് 16-17 കാലഘട്ടത്തിൽ നമുക്ക് മഴ കുറവ് അനുഭവപ്പെടും. കാരണം ഇതിന്റെ ഊർജം മുഴുവൻ ആ ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോകും. കർണാടക ഭാഗത്തേക്ക് പോകും. വടക്കൻ ജില്ലകളിൽ ചിലപ്പോൾ അല്പം കൂടുതൽ മഴ ലഭിച്ചേക്കാം. അപ്പൊ അതാണ് ഈ ഒരു 8 ദിവസത്തെ 10 ദിവസത്തെ ഒരു ഔട്ട്ലുക്ക് അതാണ് ശരിക്കും. അപ്പം മഴ എന്ന് പറയുന്നത് നാളെ ചെറുതായിട്ട് അല്പം കൂടുതൽ കിട്ടും.
പിന്നീടാണ് അതിന്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ശക്തി പ്രകടമാകാൻ പോകുന്നത്. 13-ാം തീയതി വൈകുന്നേരം, 14-ാം തീയതി, 15-ാം തീയതി ഒക്കെ കേരളമെമ്പാടും മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് മറ്റ് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് മിക്കവാറും ഈ രീതിയിൽ തന്നെ നടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി. അപ്പോൾ ഈ സമയമുണ്ട്, ഇവർക്ക് ക്ലീൻ ചെയ്യാനൊക്കെ സമയമുണ്ട്. ഓടയും കനാലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ സമയമുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അവർ ചെയ്തു കഴിഞ്ഞാൽ അധികം പ്രശ്നമില്ലാതെ ഒഴുകി പോകും. പിന്നെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒറ്റയടിക്ക് നഗരപ്രദേശങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. തിരുവനന്തപുരത്ത് എപ്പോഴും വെള്ളപ്പൊക്കമാണല്ലോ. തമ്പാനൂർ ഭാഗത്ത് എപ്പോഴും വെള്ളം നിറയും. കാരണം അവിടുത്തെ ആ കനാലുകളെല്ലാം ചെളി നിറഞ്ഞിരിക്കുകയാണ്. റെയിൽവേയുടെയും മറ്റൊക്കെ ചെളി നിറഞ്ഞിരിക്കുകയാണ്. ആ കനാലുകൾ ഉണ്ടാക്കിയത് തന്നെ നഗരത്തിലെ വെള്ളം ഒഴുകി പോകാനാണ്. അത് നിലച്ചിരിക്കുകയാണ്. ഇപ്പൊ എറണാകുളത്തെ സ്ഥിതി അത് തന്നെ, കോഴിക്കോട് ഇതുപോലെ തന്നെ സ്ഥിതി. അപ്പം എല്ലായിടത്തെയും കനാലുകൾ ചെളി നിറഞ്ഞിരിക്കുകയാണ്. അല്പാൽപ്പം അവിടെ ഇവിടെയൊക്കെ ക്ലിയറിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. എത്രത്തോളം ഫലപ്രദമാവുമെന്ന് നമുക്ക് ഈ മൺസൂൺ കാലത്ത് അറിയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ പ്രീ മൺസൂണിൽ തന്നെ അതിന്റെ ഒരു സൂചന കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് മഴക്കാല മുന്നൊരുക്കങ്ങൾ എന്ന രീതിയിൽ എന്തൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഈ നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ അപകടകരമായി നിൽക്കുന്ന മരച്ചില്ലകളൊക്കെ വെട്ടിക്കളയുക. ഈ ഇലക്ട്രിക് ലൈനിന്റെ അടുത്തുള്ളത്, അതുപോലെ തന്നെ ചാഞ്ഞു നിൽക്കുന്നത്, അതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. കാരണം കാറ്റുണ്ടാവാൻ, നല്ല കാറ്റുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് നിലംപതിക്കാനായിട്ടുള്ള സാധ്യത. പിന്നെ സായാഹ്നങ്ങളിൽ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തുറസായ സ്ഥലത്ത് ആവശ്യമില്ലാതെ വെളിയിറങ്ങാതിരിക്കുക. പോവുകയാണെങ്കിൽ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് പോകാതിരിക്കുക. കാരണം ഊർജ്ജം കൂടി വരുന്ന സമയമാണ്. അപ്പോൾ ഇനിയുള്ള ഇടിമിന്നൽ ചിലപ്പോൾ നല്ല ശക്തമായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. പിന്നെ വീടുകളിലൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇടിമിന്നൽ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. വൈഫൈ മറ്റ് കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പ്ലഗ് ഊരിയിടുക. അതാണ് വേണ്ടത്. നമ്മളിപ്പോൾ പ്ലഗിലിട്ട് കഴിഞ്ഞാലും അതിന് ഹാനി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് ശക്തമായ ഊർജ്ജമാണ് അപ്പോൾ ലൈറ്റ് ഇടിമിന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ഓപ്പൺ ടെറസിൽ നിൽക്കാതിരിക്കുക. മെറ്റലായിട്ടുള്ള സാധനങ്ങളിൽ ടച്ച് ചെയ്തുകൊണ്ട് പുറത്ത് നിൽക്കാതിരിക്കുക. അതൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. വെളിപ്രദേശത്ത് നിൽക്കുന്നത് ഒഴിവാക്കണം. കഴിവതും കെട്ടിടങ്ങളുടെ ഉള്ളിലേക്ക് നീങ്ങുക. ഇപ്പം ഈ രീതിയിലുള്ള ശക്തമായ അന്തരീക്ഷ പ്രതിഭാസങ്ങളുള്ളപ്പോൾ കെട്ടിടങ്ങളുടെ ഉള്ളിലേക്കോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ നീങ്ങുക. അതാണ് ഈ സമയത്ത് വേണ്ടത്. അതുപോലെ തന്നെ ഇടിമിന്നൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴയോടൊപ്പം ഉണ്ടാകുന്ന ഇടിമിന്നലും മഴയില്ലാതെ ഉണ്ടാകുന്ന ഇടിമിന്നലും ഉണ്ടല്ലോ. അതിൽ പേടിക്കേണ്ടത് ഏതിനെയാണ്? വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നത്. നമുക്ക് കാരണം ഇടിമിന്നൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ്. അത്രയ്ക്ക് ശക്തമാണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഫോഴ്സുള്ള ഇടിമിന്നൽ, ഈ ഉണക്കിടിമിന്നലാണ് ഏറ്റവും അപകടകരമായത്. സാധാരണങ്ങളിൽ മഴയ്ക്ക് മുമ്പുള്ള ഇടിമിന്നൽ, അത് മിന്നലാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. അപ്പോഴാണ് ഈ ശക്തമായിട്ട് ഈ ചാർജുള്ള കണങ്ങൾ ധാരാളം അന്തരീക്ഷത്തിൽ കാണുന്ന സമയമാണ്. ആ സമയത്താണ് അത് നമ്മുടെ നിലത്തേക്ക് എത്തുന്നതും വളരെമായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് പതിക്കുന്നതും. അപ്പൊ ആ സമയത്ത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ മോയ്സ്ചർ എന്തായാലും കൂടുതൽ അന്തരീക്ഷത്തിലുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് 14-ാം തീയതി ആകുമ്പോൾ കൂടുതൽ കേരളത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ മോയ്സ്ചർ എത്തും. അപ്പൊ കുറച്ചുകൂടി ക്ലൗഡ് കവർ കൂടും. അങ്ങനെ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ മഴ സ്പ്രെഡായി പോകും. അല്ലെന്നുണ്ടെങ്കിൽ നഗരഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കോസ്റ്റ് ഏരിയയിൽ, തീരദേശ പ്രദേശങ്ങളിൽ പെയ്യും. അതാണ് പൊതുവെ കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു രീതിയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് സ്പ്രെഡായി പോയി. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കാറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് ആദ്യത്തെ മഴകളെല്ലാം ഈ നഗരപ്രദേശങ്ങളിൽ വലിയ മഴ പെയ്ത് കുറച്ചു സമയം കൊണ്ട് പെയ്തു. അത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കി. എറണാകുളത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പോ കാറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ കാറ്റൊന്നും രേഖപ്പെടുത്തുന്നില്ല. കാരണം ഇപ്പോഴും താപനിലയുണ്ട്. അതായത് ഏകദേശം സമാനമായിട്ട് നിൽക്കുകയാണ്. അറബിക്കടലും ഈ പകൽ സമയത്ത് അറബിക്കടലും കരയും തമ്മിലുള്ള താപത്തിൽ വലിയ വ്യത്യാസമില്ല. അതുപോലെ രാത്രിയിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ആ ഒരു കുറയലാണ് ശരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അല്പമെങ്കിലുമുള്ള വേനൽ മഴയ്ക്ക് കാരണം. അത് കുറച്ചുകൂടി താഴണം. എന്നാൽ ഈ ഒരു വ്യത്യാസം ഉണ്ടാകുകയും നമുക്ക് കേരള ഭാഗത്ത് നിന്ന് മഴ ലഭിക്കുകയും ചെയ്യും. ഏതായാലും മഴ വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പായി. 9-ാം തീയതി മുതൽ, നാളെ സായാഹ്നം മുതൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് 13-14-ാം തീയതിയാണ്.
പിന്നെ ഈ അവസരത്തിൽ പറയാനുള്ളത് നിലമ്പൂർ ഭാഗത്ത് ഈ തുടക്കമുള്ള മഴ സമയത്ത് നിലമ്പൂർ മലപ്പുറത്തിന്റെ അവിടുത്തെ മലമ്പ്രദേശങ്ങളിൽ നല്ല മഴ പെയ്യാനായിട്ടുള്ള സാധ്യത ഈ വർഷം വരുന്നുണ്ട്. അതുപോലെ ഈ തുടക്കത്തിൽ 9, 10, 11 ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയുടെ മലമ്പ്രദേശങ്ങളിലും തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലും തുടക്കഘട്ടത്തിൽ നല്ല മഴ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നീട് പതുക്കെ പ്രോഗ്രസ് ചെയ്ത് കേരളം മൊത്തം വരികയാണ്. ഇടയ്ക്കത് നഗരഭാഗങ്ങൾ തീരദേശ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതായിട്ടും ഫോർകാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുൻകരുതൽ എടുക്കണം. എവിടെയും കുറവ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ല. എല്ലായിടത്തും നല്ല ശക്തമായ മഴ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ലഭിക്കാനിടയുണ്ട്. അപ്പൊ അതിനുവേണ്ടി അത് കഴിഞ്ഞ് മൺസൂണിന്റെ സമയമായി. ഈ ന്യൂനമർദ്ദത്തിന്റെ കർണാടക തീരത്ത് രൂപപ്പെടുന്ന അതീവ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം കഴിയുന്നതോടെ ഇവിടെ മൺസൂണിലുള്ള തുടക്കമാവും. അപ്പോ നേരത്തെ വരാനാണ് സാധ്യത ഈ രീതിയിൽ പോവുകയാണെങ്കിൽ. പക്ഷെ ഒരു ഗ്യാപ്പ് വന്നിട്ട് പെയ്യുകയാണെങ്കിൽ ആ മഴകൾ തീരദേശത്തായിരിക്കും കേന്ദ്രീകരിക്കുന്നത്. അപ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം പെട്ടെന്ന് പെയ്യുന്ന മഴകളാണ് ആ സമയത്ത്. നമ്മുടെ റോഡുകളെല്ലാം കവിഞ്ഞൊഴുകുന്ന രീതിയിലുള്ള മഴ പ്രതീക്ഷിക്കണം. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു വേനൽ മഴയും അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അത് ഒരു പ്രോബബിലിറ്റി ഉള്ളത് അതൊരു ചെറിയ സൈക്ലോണായി മാറാം ചിലപ്പോ, ചുഴലിക്കാറ്റ്. അത് ഇതുവരെ അതിന്റെ ഒരു സൂചന ലഭിച്ചിട്ടില്ല. പക്ഷെ അതിന്യൂനമർദ്ദം എന്തായാലും ഉണ്ടാവും. കർണാടക തീരത്ത് 15-16 തീയതി കടുപ്പിച്ചുണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മിക്കവാറും 17-ാം തീയതി ആയിരിക്കും അത് രൂപപ്പെടുന്നത്. ശരി, വളരെ നന്ദി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.